ഗുഡ് മോർണിംഗ്. 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ ചലനവും ബലവും എന്ന പാഠത്തിലെ കർഷണബലം എന്ന ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാഠം പഠിച്ചപ്പോൾ ഒരുപാടധികം ബലങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ? ബലം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും എന്താണ് ബലം, എങ്ങനെയൊക്കെ നമ്മൾ ബലത്തെ പ്രയോജനപ്പെടുത്തുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചാലോ? നിങ്ങളെല്ലാവരും ചിത്രം കണ്ടോ? ചിത്രത്തിൽ എന്താ ചെയ്യുന്നത്? ഒരു കുട്ടി ഒരു വലിയ പെട്ടി അവൻ്റെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കുക അല്ലേ? നോക്കിക്കേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കുട്ടി ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇവിടെ കുട്ടി പ്രയോഗിക്കുന്ന ബലം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? നിങ്ങൾക്ക് കണ്ടോ ഈ പെട്ടിയുടെ ഏറ്റവും അടിവശം, ഈ അടിവശം തറയുമായിട്ട് ചേർന്നിരിക്കുക അല്ലേ? പെട്ടിക്കുട്ടി അടുത്തേക്ക് വലിക്കുന്ന സമയത്ത് ദേ ഇവിടെ കണ്ടോ, ഇവിടെ ഈ തറ ഭാഗം പെട്ടിയോട് ചേരുന്ന ഭാഗവും തമ്മിൽ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഈ ബലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ബലത്തിൻ്റെ പേരാണ് കർഷണബലം. നിങ്ങൾ ഈ രണ്ട് ചിത്രങ്ങൾ കണ്ടോ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു കുട്ടി വളരെ കഷ്ടപ്പെട്ട് ആദ്യത്തെ പെട്ടി അവൻ്റെ അടുത്തേക്ക് വലിച്ചു നീക്കുന്നു. രണ്ടാമത്തതിലോ അതെ, അവൻ വളരെ എളുപ്പത്തിൽ ആ പെട്ടി എന്ത് ചെയ്തേക്കുക, അവൻ്റെ അടുത്തേക്ക് വലിച്ചെടുത്ത് വെക്കുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിലും അവൻ ഉപയോഗിച്ച ബലം ഒരേപോലെയാണോ? നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കർഷണബലത്തെക്കുറിച്ചാണ്. എന്താണ് കർഷണബലം? ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് കർഷണബലം. കണ്ടോ ചിത്രത്തിൽ? ദേ ഒരു കുട്ടി ഒരു പെട്ടി എന്ത് ചെയ്യുക, തള്ളി നീക്കുക. അടുത്തതിലോ ആ കുട്ടി തന്നെ ഈ പെട്ടി അവൻ്റെ അടുത്തേക്ക് വലിച്ചു നീക്കുക. രണ്ട് സന്ദർഭവും കണ്ടോ? ഈ രണ്ട് സന്ദർഭത്തിലും പെട്ടിയുടെ അടിവശം ദേ ഈ തറ ഭാഗവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നു. അങ്ങനെ സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് ഈ പെട്ടിയുടെ ചലനത്തെ എതിർത്തുകൊണ്ട് ദേ ഇവിടെ ഒരു ബലം അനുഭവപ്പെടുന്നു. ഈ ബലം ആണ് കർഷണബലം. ഈ ബലത്തെ എന്തെന്ന് പറയുന്നു? കർഷണബലം എന്ന് പറയുന്നു. നിങ്ങൾ കണ്ടോ രണ്ട് ചിത്രങ്ങൾ? ഒന്ന് കണ്ടോ? ഒന്ന് നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ ദേ പുൽത്തകിടിയാണ്. പുൽത്തകിടി എങ്ങനത്തെ പ്രതലമാണ്? മിനുസമുള്ള പ്രതലമാണ്. രണ്ടാമത്തത് കണ്ടോ? പരുപരുത്ത പ്രതലം. കല്ലും മണ്ണും ചരലും ഒക്കെ ചേർന്ന പരുപരുത്ത പ്രതലം. നിങ്ങൾ ഈ രണ്ട് പ്രതലത്തിൽ കൂടിയും ഒരു പന്ത് ഉരുട്ടിവിട്ട് നോക്കിക്കേ, എന്തായിരിക്കും സംഭവിക്കുക? ഒന്നാമത്തെ പ്രതലത്തിലൂടെ പന്തിന് പോകാനുള്ള വേഗത വളരെ കൂടുതലായിരിക്കും. രണ്ടാമത്തതിലോ പന്ത് അത്ര ദൂരമൊന്നും പോകത്തില്ലല്ലേ, വേഗത വളരെ കുറവായിരിക്കും. എന്തായിരിക്കും ഇതിന് കാരണം? നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തത് മിനുസമുള്ള പ്രതലമാണ്, രണ്ടാമത്തതോ പരുപരുത്ത പ്രതലവും. നോക്കിക്കേ, പരുപരുത്ത പ്രതലത്തിൽ കർഷണബലം വളരെ കൂടുതലാണ്. അങ്ങനെ കർഷണബലം കൂടിക്കഴിഞ്ഞാൽ വസ്തുവിൻ്റെ വേഗത കുറയും. വസ്തുവിന് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല. കുറേ നേരം പോയി കഴിയുമ്പോഴത്തേക്കും വസ്തുവിൻ്റെ ചലനം അവിടെ നിൽക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ ഉരുട്ടിവിട്ട പന്ത് കുറേ ദൂരം പോയിട്ട് അവിടെ നിൽക്കുന്നത്? പരുപരുത്ത പ്രതലത്തിൽ കർഷണബലം കൂടുതലായതുകൊണ്ട് തന്നെ ആ വസ്തു എന്താ, കുറച്ച് ദൂരമേ സഞ്ചരിക്കൂ. എന്നാൽ മിനുസമുള്ള പ്രതലത്തിലോ അവിടെ കർഷണബലം വളരെ കുറവാണ്. കർഷണബലം കുറവാണെങ്കിൽ വേഗത കൂടും. നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ദേ പിന്നെയും ഒരു കുട്ടി നേരത്തെ തള്ളിയില്ലേ, ആ പെട്ടി ഒരു ടയർ പിടിപ്പിച്ച ട്രോളിയുടെ മുകളിൽ വെച്ച് തള്ളുക. നിങ്ങൾ കണ്ടോ? പെട്ടി ഒരു ടയർ പിടിപ്പിച്ച ട്രോളിയിൽ വെച്ച് നീക്കുമ്പോൾ കർഷണബലത്തിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് നോക്കിയാലോ. ദേ ഇവിടെ കർഷണബലത്തിന് വ്യത്യാസമുണ്ടാകും. രണ്ട് തരം കർഷണമാണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറയുന്നത് നിരങ്ങൽ കർഷണവും രണ്ടെന്ന് പറയുന്നത് ഉരുളൽ കർഷണവും. വസ്തുക്കൾ നിരക്കി നീക്കുമ്പോൾ ഉണ്ടാവുന്ന കർഷണത്തെ നിരങ്ങൽ കർഷണം എന്ന് പറയുന്നു. നോക്കിക്കേ, നമ്മൾ ആദ്യം കണ്ടില്ലേ വസ്തുവെ നിരക്കുന്നത്? അപ്പോൾ എന്താ ഉണ്ടാവുന്നത്? നിരക്കൽ കർഷണം. വസ്തുക്കൾ നിരങ്ങി നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന കർഷണമാണ് നിരങ്ങൽ കർഷണം. ഇനി നോക്കിക്കേ, നമ്മൾ അടുത്ത ചിത്രത്തിൽ കണ്ടായിരുന്നല്ലോ
ദേ ഒരു പെട്ടി ഒരു ട്രോളിയുടെ മുകളിൽ ടയർ പിടിപ്പിച്ച ട്രോളിയുടെ മുകളിലൂടെ നീക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്ന? ഈ ടയർ എന്ത് ചെയ്യും? കറങ്ങുമല്ലേ, ഈ ടയർ ഉരുളും. അങ്ങനെ ടയർ ഉരുളുന്നത് മൂലം ഇവിടെ ഉണ്ടാകുന്ന കഷ്ണത്തെയാണ് നമ്മൾ ഉരുളൽ കഷ്ണം എന്ന് പറയുന്നത്. ട്രോളി പ്രയോഗിക്കുമ്പോൾ ടയർ ഉരുളുകയാണല്ലോ. വസ്തുക്കൾ ഉരുട്ടുമ്പോൾ ഉണ്ടാകുന്ന കഷ്ണത്തെ നമ്മൾ ഉരുളൽ കഷ്ണം എന്ന് പറയുന്നു. നോക്കിക്കേ, രണ്ട് കഷ്ണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിരങ്ങൽ കഷ്ണവും ഉരുളൽ കഷ്ണവും. ഏതായിരിക്കും വലുത്? നിരക്കുമ്പോഴാണോ കൂടുതൽ ബലം പ്രയോഗിക്കുന്നത്, അതോ ഉരുട്ടുമ്പോഴാണോ? നമുക്ക് നോക്കിയാലോ. നിരങ്ങൽ കഷ്ണം ഉരുളൽ കഷ്ണത്തെക്കാൾ കൂടുതലാണ്. നമ്മൾ വസ്തുക്കൾ നിരക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാടധികം ബലം പ്രയോഗിക്കണം. എന്നാൽ നമ്മൾ ടയർ പിടിച്ച ഒരു ട്രോളിയിലൂടെ തള്ളുമ്പോഴോ അത്രയധികം ബലം പ്രയോഗിക്കേണ്ട. അപ്പം നിരങ്ങൽ കഷ്ണമാണ് കൂടുതൽ, ഉരുളൽ കഷ്ണം എന്താണ്? കുറവാണ്. നമ്മൾ കഷ്ണത്തെക്കുറിച്ച് പഠിച്ചുവല്ലേ. ഇനി കുറച്ച് കഷ്ണത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഷ്ണം നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാടധികം പ്രയോജനമുള്ള ഒരു കാര്യമാണ്. വസ്തുക്കളെ മുറുകെ പിടിക്കാൻ കഷ്ണം സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടോ ഒരു കുട്ടി ഐസ്ക്രീം പിടിച്ചുകൊണ്ടിരിക്കുന്നത്? കണ്ടോ? ഐസ്ക്രീമിൻ്റെ ആ പ്രതലവും കുട്ടിയുടെ കൈയും തമ്മിൽ എന്ത് വന്നു? സമ്പർക്കത്തിൽ വന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നു? ഇവിടെ ഒരു കഷ്ണബലം ഉണ്ടാകുന്നു. ഇവിടെ കഷ്ണബലം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ കുട്ടിക്ക് ഈ ഐസ്ക്രീം കയ്യിൽ മുറുകെ പിടിക്കാൻ കഴിയുന്നത്. നമ്മൾ വസ്തുക്കളെ കൈകൊണ്ട് മുറുകെ പിടിക്കാൻ കഴിയുന്നതിന് കാരണം കഷ്ണബലമാണ്. രണ്ടാമത് കണ്ടോ, നമുക്ക് നടക്കാൻ കഴിയുന്നു. കണ്ടില്ലേ ഈ കുട്ടി നടക്കുന്നത്? ഇവൻ്റെ കാലിൻ്റെ ഈ വശങ്ങൾ തറയുമായിട്ട് എന്ത് ചെയ്തു? സമ്പർക്കത്തിൽ വന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? കഷ്ണബലം ഉണ്ടാകുന്നുണ്ട്. ഈ ഉണ്ടാകുന്ന കഷ്ണബലമാണ് കുട്ടിയെ നടക്കാൻ സഹായിക്കുന്നത്. മൂന്നാമത്തെ നോക്കിക്കേ, ഓടുന്ന വാഹനങ്ങൾ തെന്നി നീങ്ങാൻ സഹായിക്കുന്നു. എന്ത് ചെയ്യുന്നു? നമ്മുടെ വണ്ടി പോകുന്ന സമയത്ത് നമുക്ക് സഹായിക്കുന്ന ഒരു ബലമാണെന്ത്? കഷ്ണബലം. മൂന്നാമത്തെ കണ്ടോ, തീപ്പെട്ടി കത്തിക്കാൻ. കണ്ടോ, നമ്മൾ തീപ്പെട്ടി കത്തിക്കുന്നത് എങ്ങനെയാ? തീപ്പെട്ടിയിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പരുപരുത്ത പ്രതലമുണ്ട്. ഈ പ്രതലത്തിൽ തീപ്പെട്ടി കൊള്ളി കൊണ്ട് ഉരസിയാൽ മാത്രമേ തീ ഉണ്ടാവൂ. വേറെ ഏതെങ്കിലും ഭാഗത്തുണ്ടാവുമോ? ഇവിടെ പരുപരുത്ത പ്രതലമാണ്. അപ്പം ടീച്ചർ പറഞ്ഞ ഓർമ്മയില്ലേ, പരുപരുത്ത പ്രതലത്തിൽ എന്താണ്? കഷ്ണം കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്തുണ്ടാകുന്നത്? തീ ഉണ്ടാകുന്നത്. നിങ്ങൾ സോഷ്യൽ സയൻസ് പഠിച്ചപ്പോൾ കണ്ടിട്ടില്ലേ, കല്ലുകൾ ഉരസിയാണ് തീ ഉണ്ടാക്കിയെന്ന്. അവിടെ നോക്കിക്കേ, രണ്ട് കല്ലുകൾ തമ്മിൽ ഉരസുമ്പോഴും എന്തുണ്ടാകുന്നുണ്ട്? അവിടെ കർഷണബലം ഉണ്ടാകുന്നുണ്ട്. കണ്ടോ, ഉയരത്തിൽ നിന്ന് താഴേക്കുള്ള പാരച്യൂട്ടിൻ്റെ സാവധാനത്തിലുള്ള ചലനം. കണ്ടോ, ഒരാൾ പാരച്യൂട്ടിൽ പതുക്കെ താഴേക്ക് വീഴുന്നത്. അതെങ്ങനെയാ? ചുറ്റും കണ്ടോ, ചുറ്റും വായു ഉണ്ട്. അപ്പം വായു ഒരു കഷ്ണബലം പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പാരച്യൂട്ടിൽ കൂടെ ആൾക്കാർക്ക് പതുക്കെ വീഴാൻ പറ്റുന്നത്. പെട്ടെന്ന് വീണാലോ എന്ത് സംഭവിക്കും? ഇതിൽ സഞ്ചരിച്ച ആൾക്ക് അപകടം സംഭവിക്കുമല്ലേ. അങ്ങനെ അപകടം കുറയ്ക്കാൻ നമ്മളെ ഇവിടെ സഹായിക്കുന്ന എന്താ? നമ്മുടെ കഷ്ണബലമാണ്. അപ്പോൾ കഷ്ണബലം കൊണ്ട് ഒരുപാടധികം ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒരുപാടധികം സഹായങ്ങൾ ചെയ്യുന്ന ഒരു ബലമാണ് കഷ്ണബലം, അല്ലേ? എന്നാൽ കഷ്ണബലത്തിന് ഗുണം മാത്രമേ ഉള്ളൂ? നമുക്ക് നോക്കിയാലോ കഷ്ണബലത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോയെന്ന്. കഷ്ണബലത്തിനും എന്തുണ്ട്? കുറച്ചധികം ദോഷങ്ങളുണ്ട്. നോക്കിക്കേ, നിങ്ങൾ ഈ ടയർ കണ്ടോ? ഈ ടയർ നമ്മൾ ഒരുപാട് നാൾ വണ്ടി ഓടിച്ച് കഴിയുമ്പം ടയറിൻ്റെ വശങ്ങളെല്ലാം എന്ത് പറ്റും? വശങ്ങൾക്ക് തേയ്മാനം സംഭവിക്കും. ഇത് കഷ്ണബലത്തിൻ്റെ ഒരു ദോഷമാണ്. സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് തേയ്മാനമുണ്ടാകുന്നു. കണ്ടില്ലേ, നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചെരുപ്പ് ഒരുപാട് നാൾ കഴിയുമ്പോൾ അത് തേഞ്ഞു പോകത്തില്ലേ? അതും എന്തുകൊണ്ടാ? കഷ്ണബലം കൊണ്ടാ. കഷ്ണബലം ഉണ്ടാക്കുന്ന ഒരു ദോഷമാണിത്. എന്താ? വസ്തുക്കൾക്ക് വരുന്ന ഭാഗത്തിന് തേയ്മാനം, സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിന് എന്തുണ്ടാകുന്നു? തേയ്മാനം ഉണ്ടാകുന്നു. യന്ത്രഭാഗങ്ങൾക്കിടയിൽ സുഗമമായ ചലനത്തിന് തടസ്സം നേരിടുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് അത്ര എളുപ്പമല്ല. എന്താ? രണ്ട് പ്രതലങ്ങൾ തമ്മിൽ എന്ത് വരുന്നു? സമ്പർക്കം വരുന്നത് കൊണ്ട് തന്നെ ആ സുഗമമായ ചലനത്തിനെ എതിർക്കുന്നു. ഇത് നമ്മുടെ കഷ്ണം കൊണ്ടുണ്ടാകുന്ന ഒരു ദോഷമാണ്. വാഹനങ്ങളുടെ വേഗത കുറയുന്നു. വേഗത കുറയുന്നതും കഷ്ണം കൊണ്ടുണ്ടാകുന്ന ദോഷമാണ്.
നോക്കിക്കേ, നമ്മൾ കർഷണത്തിൻ്റെ ഉപയോഗങ്ങൾ പഠിച്ചു, ദോഷങ്ങൾ പഠിച്ചു. ഈ ദോഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കർഷണത്തെ ഒന്ന് കുറച്ചാലോ? കർഷണം കുറയ്ക്കുന്നതിന് മുമ്പ് ഏതൊക്കെ ഘടകങ്ങളാണ് കർഷണത്തെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഘടകങ്ങളെയൊക്കെ ഒഴിവാക്കി നമുക്ക് കർഷണം കുറയ്ക്കാൻ പറ്റും, ഇല്ലേ? നമുക്ക് നോക്കാം. ദേ ചിത്രത്തിൽ കണ്ടോ, 3 ചരിഞ്ഞ പ്രതലങ്ങൾ. ഈ ചരിഞ്ഞ പ്രതലത്തിലൂടെ, ഒന്നാമത്തെ പ്രതലത്തിലൂടെ കണ്ടോ, ഐസിൻ്റെ കട്ടയാണ് ദേ ഉരുട്ടി വിട്ടിരിക്കുന്നത്. രണ്ടാമത്തതിലോ ദേ ഒരു മരക്കട്ട. മൂന്നാമത്തതിലോ ദേ ഒരു ഇരുമ്പിൻ്റെ കട്ട. നോക്കിക്കേ, 3 സാഹചര്യങ്ങളിലും ദേ ഈ വരുന്ന കട്ടകൾ ആദ്യം എത്തുന്നത് ഏതായിരിക്കും? 2, 3 ഒരേ സമയത്തായിരിക്കും എത്തുന്നത്? അല്ല, നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലേ? ഒന്നാമത്തെ ചിത്രത്തിലെ നമ്മുടെ ഐസിൻ്റെ കട്ടയാണ് ആദ്യം എത്തുന്നത്. അതെന്താ ഐസിൻ്റെ കട്ട ആദ്യം എത്താൻ കാരണം? നിങ്ങൾ ഐസ് കണ്ടിട്ടുണ്ടോ? ഐസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് ചുറ്റും എന്താ? അതിൻ്റെ ഓരോ പ്രതലങ്ങളും മിനുസമാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, മിനുസമായ പ്രതലങ്ങളിലൂടെയാണെങ്കിൽ കർഷണബലം കുറവാ. കർഷണബലം കുറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിൻ്റെ വേഗത കൂടും, വസ്തു ആദ്യം എത്തും. ദേ മൂന്നാമത്തെ ചിത്രം കണ്ടോ, ദേ ഇവിടെ ഇരുമ്പിൻ്റെ ഒരു കട്ടയാ അല്ലേ? ഇരുമ്പിൻ്റെ കട്ട നോക്കിക്കേ, അത് ഏറ്റവും അവസാനം. അപ്പം എന്താണ്, ഇവിടെ കർഷണബലം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ വസ്തുവിന് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല. നോക്കിക്കേ, സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവം എന്തിനെ സ്വാധീനിക്കുന്നു? കർഷണത്തെ സ്വാധീനിക്കുന്നു. നല്ല മിനുസമായ പ്രതലമാണെങ്കിൽ വസ്തുക്കൾ ആദ്യം എത്തും. അവിടെ എന്താ, കർഷണബലം വളരെ കുറവാ. ഇനി പരുപരുത്ത പ്രതലമാണെങ്കിലോ, അവിടെ കർഷണബലം കൂടുതലായതുകൊണ്ട് തന്നെ വസ്തു സാവധാനമേ സഞ്ചരിക്കൂ. രണ്ടാമത്തെ ഘടകം എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, നമ്മൾ 2 വലിയ മെഷറിംഗ് ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് എന്തിട്ടേക്കുക? അതിൻ്റെ അകത്ത് നമ്മൾ 2 വ്യത്യസ്ത തരത്തിലുള്ള കല്ലുകൾ ഇട്ടേക്കുക. ഒന്നാമത്തെ കല്ല് കണ്ടോ, ഒന്നാമത്തെ കല്ലിൽ അതിൻ്റെ വശങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, വശങ്ങൾ കൂർത്തിരിക്കുകയാണ്. രണ്ടാമത്തേലോ അത്ര വലിയ കൂർത്തൽ പ്രതലങ്ങളൊന്നുമില്ല, എല്ലാം ഒരേപോലെ. ഏത് കല്ലായിരിക്കും ആദ്യം എത്തുന്നത്? നോക്കിക്കേ, വശങ്ങൾ കൂർത്ത കല്ല എത്തുന്നത്. അപ്പോൾ വസ്തുക്കളുടെ ആകൃതി എന്തിനെ സ്വാധീനിക്കുന്നു? നമ്മുടെ കർഷണത്തെ സ്വാധീനിക്കുന്നു. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ജാവലിംഗ് ത്രോ മത്സരത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന അമ്പ് കണ്ടിട്ടുണ്ടോ? ആ വടി അറ്റം കൂർത്തിരിക്കുക. അതെന്തുകൊണ്ടാണെന്നറിയോ? ചുറ്റുമുണ്ടാകുന്ന വായുവിൻ്റെ കർഷണത്തെ കുറച്ച് നമ്മുടെ ആ കമ്പ് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയാണ് അത് അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കർഷണം കുറയ്ക്കാനുള്ള കുറച്ച് മാർഗങ്ങൾ നോക്കിയാലോ? ഒന്നാമത്തെ മാർഗത്തിൻ്റെ പേരാണ് സ്നേഹകങ്ങൾ. രണ്ടാമത്തെ മാർഗമാണ് ബോൾ ബെയറിംഗ്. മൂന്നാമത്തത് ധാരാരഹിതമാക്കൽ. 4 പോളിഷിംഗ്. നമുക്കിവയെക്കുറിച്ച് കൂടുതൽ അറിയാം. സ്നേഹകങ്ങൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള കർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ. ഇതിന് ടീച്ചർ ഒരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ 2 കൈയും എടുത്ത് നന്നായിട്ടൊന്ന് ഉരಸಿ നോക്കിക്കേ. കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങളുടെ കൈകൾക്കിടയിൽ ചൂട് അനുഭവപ്പെടുന്നതായിട്ട് തോന്നും, ഇല്ലേ? എന്നാൽ നിങ്ങൾ കുറച്ച് എണ്ണ കൈ പുരട്ടിയിട്ട് ഒന്ന് ഉരಸಿ നോക്കിക്കേ, എന്തായിരിക്കും സംഭവിക്കുക? കൈകൾ തമ്മിൽ തെന്നിപ്പോകുമല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നേഹങ്ങൾ. അതായത് 2 പ്രതലങ്ങൾ തമ്മിൽ സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് ആ വസ്തുക്കളുടെ കർഷണം കുറയ്ക്കാൻ വേണ്ടി നമ്മളൊരു പദാർത്ഥം ഇതിനിടയിലേക്ക് ചേർക്കും. ആ പദാർത്ഥത്തിൻ്റെ പേരാണ് സ്നേഹകങ്ങൾ. ഇവിടെ നോക്കിക്കേ, എണ്ണ, ഗ്രാഫൈറ്റ് എന്നിവ സ്നേഹകങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, എണ്ണ, ഗ്രാഫൈറ്റ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വീട്ടിലെ കതവുകൾ അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ശബ്ദമുണ്ടാകുന്നത്? ഈ ശബ്ദം കുറയ്ക്കാൻ വേണ്ടി വീട്ടിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഇതിനിടയിലേക്ക് കുറച്ച് എണ്ണയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുന്ന കണ്ടിട്ടില്ലേ? ഇതെന്തിനാണെന്നറിയോ? അവിടെ ഉണ്ടാകുന്ന കർഷണം കുറയ്ക്കാനാണ്. നോക്കിക്കേ, ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എങ്ങനെയുള്ളതാ? ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വാഹനങ്ങൾ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പം എപ്പോഴും പ്രതലങ്ങൾ തമ്മിൽ സമ്പർക്കവും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വാഹനങ്ങളിലെ ടയറുമായി ബന്ധപ്പെട്ട് കർഷണം കുറയ്ക്കാനാണ് നമ്മൾ ബോൾ ബിയറിംഗ് ഉപയോഗിക്കുന്നത്. കണ്ടോ ബോൾ ബിയറിങ്ങിൻ്റെ ചിത്രം? ഞങ്ങൾ ബോൾ ബിയറിംഗ് ഉപയോഗിച്ച് നമുക്ക് വാഹനങ്ങളുടെ കർഷണം കുറയ്ക്കാൻ സാധിക്കും.
ഇനി അടുത്തത് നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന കുറച്ച് ഉദാഹരണങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ പേരറിയില്ലായിരിക്കും. നമുക്കതിനെക്കുറിച്ച് നോക്കാം. നോക്കിക്കേ, വിമാനം, കപ്പൽ എന്നിവയുടെ ഏറ്റവും മുൻവശം കണ്ടോ? മുൻവശത്തിന് എന്തെങ്കിലും ആകൃതിയിൽ വ്യത്യാസമുണ്ടോ? നോക്കിക്കേ, ഉണ്ടല്ലേ. ആകൃതിയിൽ എങ്ങനെയാ? അത് കൂർത്തിരിക്കുക. മുൻവശത്തെ ആകൃതി വ്യത്യാസപ്പെടുത്തിയിരിക്കുക. നോക്കിക്കേ, കഷ്ണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെ ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നു. അപ്പോൾ എന്താ പറയുന്നത്? നമ്മൾ ആകൃതിയിൽ വ്യത്യാസപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ധാരാരേഖിതമാക്കൽ. അങ്ങനെ ആകൃതി വ്യത്യാസപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? കർഷണം കുറയും. വിമാനം, ആകാശത്തൂടെ വിമാനം സംഭവിക്കുന്ന സമയത്ത് വായുമായിട്ട് ഒരുപാട് എന്ത് വരുന്നുണ്ട്? സമ്പർക്കം വരുന്നുണ്ട്. അങ്ങനെ ആ സമ്പർക്കം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വിമാനത്തിൻ്റെ മുൻവശത്തിൻ്റെ ആകൃതി കണ്ടോ? കൂർത്തിരിക്കുന്നത്. അങ്ങനെ മാറ്റുന്നതിനെയാണ് ധാരാരേഖിതമാക്കൽ എന്ന് പറയുന്നത്.